1350 സ്ക്വയർ ഫീറ്റിൽ 25 ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള അതിസുന്ദരമായ ഒരു വീടിന്റെ വിശേഷങ്ങൾ നമുക്കിന്ന് കണ്ടാലോ? അതെ, 25 ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത സുന്ദരമായ ഒരു സിംഗിൾ സ്റ്റോറി വീടാണ് ഇന്ന് തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ എല്ലാവർക്കും വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ രാജേഷ് പുറത്തൂർ. ഞാൻ സുനിത രാജേഷ്. വെൽക്കം ടു അവർ ചാനൽ. പുത്തനത്താണിയിലുള്ള ചെലൂര് സാദിഖ് ആബിദ ദമ്പതികളുടെ അതിസുന്ദരമായ ഈ കൊച്ചു വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. 25 ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ കൂടെ ഇതിന് ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് വണ്ടർ കട്ട്നി മാർബിൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ജോയിന്റ് ഫ്രീ ആയിട്ട് നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ജോയിന്റ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അത്രയും മനോഹരമായിട്ട് തന്നെ ഇതിന്റെ ഓരോ ഗ്രെയിൻസ് നോക്കി നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോർ ആണിത്. ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിംഗ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിംഗ് സ്പേസ് ഓപ്പൺ ആവാത്ത രീതിയിൽ, അതായത് ഈ ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ഹൈഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഈ ഒരു ഭാഗം ടി വി യൂണിറ്റ് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ടി വി യൂണിറ്റിന്റെ ബാക്ക് സൈഡ് പാനലിംഗ് കൊടുത്തിട്ടെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ലിവിംഗ് സ്പേസിൽ തന്നെ 2-3 നിഷും കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് നേരെ വരുന്ന നമ്മൾ ഡൈനിങ് സ്പേസിലോട്ടാണ്. ഇവിടെ സീലിംഗിൽ 2 ഹാങ്ങിങ് ലൈറ്റ്, നല്ല സുന്ദരമായ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 8 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിന്റെ സ്പേസിൽ നിന്നും ഒരു സൈഡിലോട്ട് മാറിയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വാളിൽ ചെയ്തിട്ടുള്ളത് ടൈലാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ലോഫ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ 2ാമത്തെ ബെഡ്റൂമായിട്ടാണ് ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡ് വശത്തോട്ടായിട്ട് വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്, 3 ഡോറ് വരുന്ന. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിനോട് ചേർന്നിട്ട് ഇടത് വശത്തായിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസ് ആണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു ഭാഗത്ത് ചെറിയ, അതായത് ഒരു സ്റ്റെപ്പിന്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു അയണിങ് ടേബിൾ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും ഈ ഒരു ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രീ ആയിട്ട് തന്നെ ഒരു ലിവിംഗ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ കൂടെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തത്. മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള റൂമിൽ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വിശാലമായിട്ടുള്ള റൂമാണെങ്കിലും എല്ലാം സിമ്പിളായും മിനിമലായും ചെയ്ത രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 ഡോർ വരുന്ന വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സിംഗിൾ സ്റ്റോറി വീടാണെങ്കിൽ കൂടിയിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ, അതായത് ഫ്ലോറിംഗിൽ എല്ലായിടത്തും ചെയ്തിട്ടുള്ള അതേ സ്റ്റോൺ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് ഈ ഒരു സിംഗിൾ സ്റ്റോറി ആണെങ്കിൽ കൂടിയിട്ട് ഇതൊരു ഫീൽ ചെയ്യാത്ത രീതിയിൽ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പിന് കയറി വരുന്ന ഭാഗത്ത് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത് GI പൈപ്പ് ഉപയോഗിച്ച് അതിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടൊക്കെ തന്നെയാണെങ്കിൽ കൂടിയിട്ടും സിമ്പിൾ ആയിട്ടാണ്, മിനിമൽ ആയിട്ടാണ് ചെയ്തിട്ടെങ്കിൽ കൂടിയിട്ടും ഏറ്റവും മനോഹരമായിട്ട് നല്ല സൗകര്യമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗം മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീട്ടിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ വീട്ടിൽ വർക്ക് ഏരിയ കൊടുത്തിട്ടില്ല. അതിന് പകരം കിച്ചൺ നല്ല വിശാലമാക്കിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ മിനിമൽ ആയിട്ട് മാത്രം കബോർഡുകൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഡോറ് മാത്രം വെച്ചിട്ട് അലുമിനിയത്തിലെ ഡോറ്, ഗ്ലാസ് ഡോറൊക്കെ വെച്ച് മാത്രമാണ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഈ വീട്ടിൽ സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഭാഗം കുറച്ച് ഇൻസൈഡിലേക്ക് കയറ്റിയിട്ട് ഇവിടെ ഷെൽഫ് എല്ലാം കൊടുത്തിട്ട് ഒരു സ്റ്റോർ റൂം സ്പേസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു കത്തിക്കുന്ന അടുപ്പും ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ഗ്യാസ് വെക്കുന്ന ഭാഗം മാത്രം കുറച്ച് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ട്, അതായത് നമ്മുടെ ബേവിന്റെ ഒക്കെ കൊടുക്കുന്ന ടൈപ്പിൽ ചെയ്തിട്ടാണ് ഇവിടെ ഗ്യാസ് കൊടുത്തിട്ടുള്ളത്. ഗ്യാസിന്റെ സ്റ്റവ് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഗ്യാസിന്റെ സിലിണ്ടർ വെക്കാൻ അതിന്റെ നേരെ ചോട്ടിൽ തന്നെ പുറത്ത് ഗ്യാസിന്റെ സിലിണ്ടർ ഇരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ കുഞ്ഞു വീടിന്റെ സുന്ദരമായ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീടിന്റെ വിശേഷങ്ങൾ മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നത്. ഇനിയും പുതിയ പുതിയ വീടുകളുടെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്കും പുത്തൻ വീടുകളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് സാധിക്കും. പുതിയ പുതിയ വീടുകളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരും അവരുമായിട്ട് നിങ്ങളുടെ ഈ ഒരു വീഡിയോസ് ഒക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. പുതിയ എപ്പിസോഡുമായി വരുന്നവരേക്കും രാജേഷ് പുറത്തൂർ, സുനിത രാജേഷ് സൈനിങ് ഓഫ്.